അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം കേട്ടോ. യുഗസഹസ്ര യോജന പരഭാനു ലീലോതാഹി മധുരഫല ജാനു. ഇതിൻ്റെ അർത്ഥം, കുട്ടിയായിരുന്നപ്പോൾ ആകാശത്ത് സൂര്യനെ കണ്ട് ഏതോ പാകം വന്ന പഴമാണെന്ന് തെറ്റിദ്ധരിച്ച് അവിടുന്ന് ആകാശത്തിൽ കൂടി 1000 യോജന കുതിക്കുകയുണ്ടായി. അതായത് ഹനുമാൻ വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് സൂര്യനെ കണ്ടപ്പോൾ ചുവന്നു തൊടുത്ത സൂര്യനെയാണ് കണ്ടത്. അപ്പോൾ ഹനുമാൻ വിചാരിച്ചു അതേതോ ഒരു പഴമാണ് എന്ന്. അപ്പോൾ ഹനുമാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ആ പഴം നല്ല നല്ല ടേസ്റ്റുള്ള പഴമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഹനുമാൻ നേരെ കുതിച്ച് മേലോട്ട് ചാടി. മേലോട്ട് പോകെ സൂര്യൻ്റെ അടുത്ത് എത്തുന്തോറും ദേവന്മാരൊക്കെ പേടിച്ചു പോയി. ഇതേ ആരാണ്, സൂര്യൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നത് ആരാണ് എന്നുള്ള രീതിയിൽ പേടിച്ച് പോയിട്ട് ഇന്ദ്രൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വജ്രായുധം കൊണ്ട് ഹനുമാനെ പ്രഹരിച്ചു. അപ്പോൾ ഹനുമാൻ്റെ താടിയെല്ല് പൊട്ടിപ്പോയി. അതുകൊണ്ടാണ് ഹനുമാൻ എന്ന് പേര് വന്നത്. പൊട്ടിയ താടിയോട് കൂടിയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഹനുമാൻ്റെ ശക്തി ധൈര്യമാണ് നമ്മൾ ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ ഹനുമാൻ അത്രയും ശക്തിമാനായിരുന്നു, അതുപോലെ ധൈര്യശാലിയുമായിരുന്നു. അതായത് ഇപ്പം നമ്മളതിനെ ഒരു ആത്മീയപരമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, സൂര്യന് നേരെ ഹനുമാൻ കുതിച്ചത് ഒരു ബലവീര്യങ്ങൾ മാത്രമല്ല അവിടെ കാണിക്കുന്നത്. ആത്മാവിന് അതിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ലക്ഷ്യം പ്രാപിക്കാനുള്ള ഒരു വെമ്പലായിട്ടാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. പരമമായ സത്യത്തിൻ്റെ ഉജ്ജ്വല പ്രകാശം കൈവരിക്കാൻ ദൃഢനിശ്ചയത്തോടെ ഭയമൊന്നും കൂടാതെ നമ്മളും നിരന്തരം പരിശ്രമിക്കണം. അതാണ് ഈ വരികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രഭുമുദ്രികാമീലിമുഖമാഹി ജലതിലാംഗികയെ അജരജ നാഹി. ശ്രീ ഭഗവാന്റെ മുദ്രമോതിരം വായിൽ സൂക്ഷിച്ചുകൊണ്ട് അവിടുന്ന് സമുദ്രത്തിൻ്റെ മറുകരയിലേക്ക് ചാടി. ശ്രീരാമ ഭഗവാന്റെ മുദ്രമോതിരം കൊണ്ട് സീതാദേവിൻ്റെ അടുത്തേക്ക് ഹനുമാൻ പോകുന്നതാണിത്. ഹനുമാൻ ആ മുദ്രമോതിരം പിടിച്ചിട്ട് സമുദ്രം ചാടിക്കിടക്കുകയാണ് ചെയ്തതല്ലേ. അപ്പോൾ സമുദ്രം തരണം ചെയ്ത് ലങ്കയിൽ എത്തിക്കേണ്ട ദൗത്യം ഹനുമാൻ ഏറ്റെടുത്തു. ആ സന്ദർഭത്തിൽ സ്വന്തം ബലത്തെയല്ല ഭഗവാൻ ആശ്രയിച്ചത്. ശ്രീരാമൻ ഏൽപ്പിച്ച മുദ്രമോതിരം തൻ്റെ വായ്ക്കകത്ത് ഭദ്രമായിട്ട് വെച്ചു. അത് തന്നിൽ ഏൽപ്പിക്കപ്പെട്ട കർത്തവ്യത്തിൻ്റെ പ്രതീകമായാണ് ഹനുമാൻ അതിനെ കണ്ടത്. അതിൽ ശ്രീരാമൻ്റെ പേരായിരുന്നു എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ നാമവും സ്വന്തം ലക്ഷ്യബോധം ഹനുമാനെ വിജയകരമായി മുന്നോട്ട് നയിച്ചു. അങ്ങനെ അസാധ്യമായ സമുദ്രതരണം പോലും അവിടുന്ന് ശ്രീ ഹനുമാൻ നിഷ്പ്രയാസം സാധിക്കുകയാണ് ചെയ്തത്. ഇതിൽ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണെന്ന് വെച്ചാൽ, ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചാൽ നമുക്ക് അസാധ്യമായി ഒരു കാര്യവും ഇല്ല എന്നാണ്. ഞാൻ മാത്രമാകുമ്പോൾ ആ ശക്തിക്കൊരു പരിധിയുണ്ട്. എന്നാൽ ഈശ്വരാനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ എത്ര വലിയ തടസ്സങ്ങളും നിസ്സാരമായിട്ട് നമുക്ക് നീക്കാൻ പറ്റും. ഓരോ ചുവടും വിജയകരമായി മുന്നോട്ട് വയ്ക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം സാധിക്കുകയാണ് ചെയ്യും. നമ്മൾ ആരെയാണ് സേവിക്കുന്നത്, ആ ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ടാവണം. അതുതന്നെയാണ് എല്ലാ വിജയങ്ങളുടെയും രഹസ്യം. നമ്മുടെ ഓരോ കർമ്മവും ഭഗവാന്റെ സേവനമായിട്ട് വേണം കരുതാൻ. അത് പൂർണ്ണ സമർപ്പണത്തോടു കൂടിയും ആത്മാർത്ഥമായിട്ടും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഏത് പ്രവൃത്തിയും വിജയകരമായിട്ട് തന്നെ ഭവിക്കും. ഇനി അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ദുർഗമ കാജ് ജഗത്തിക്കെ ജേത്തെ സുഗമാനുഗ്രഹ തുമിരേ തേത്തെ. ലോകത്തിലെ പ്രയാസമേറിയ ഏതൊരു കാര്യവും അങ്ങയുടെ അനുഗ്രഹത്താൽ നിഷ്പ്രയാസം സാധിക്കുന്നതായി തീരുന്നു. ഇതാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ലോകത്തിൽ പല കാര്യങ്ങളും അസാധ്യമാണെന്ന് നമുക്ക് തോന്നാം. നമുക്ക് പല കാര്യങ്ങളും ഇത് സാധിക്കില്ല എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറയും ചിലപ്പോഴൊക്കെ. പക്ഷേ തടസ്സങ്ങൾ മലകളെ പോലെയാണ്, നമ്മുടെ വഴി മുടക്കി തന്നെ നിൽക്കും. അതിനു മുമ്പിൽ മനുഷ്യപ്രയത്നം ചില സമയത്ത് പ്രയോജനപ്പെടില്ല. എന്നാൽ ഹനുമാന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ശ്രീ ഹനുമാൻ സ്വാമിയുടെ കാരുണ്യമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും എത്ര ദുർഗമമായിട്ടുള്ള സംഗതികളാണെങ്കിലും അത് സുഗമമായി തീരും. എല്ലാം നമുക്ക് പ്രയാസം കൂടാതെ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഹനുമാൻ അത് സാധിക്കുന്നത്? ഭയത്തിൻ്റെയോ അഹംബോധത്തിൻ്റെയോ പരിധികളിൽ അവിടുന്ന് ഒരിക്കലും ഒതുങ്ങി നിൽക്കുന്നില്ല. ദൈവികമായിട്ടുള്ള ശക്തിയാൽ ഹനുമാൻ സമ്പന്നനാണ്. ഹൃദയം പൂർണ്ണമായും ശ്രീരാമന് സമർപ്പിതമാണ്.
അങ്ങനെയുള്ള ഒരു മഹാത്മാവിൻ്റെ കാരുണ്യം നേടാനാവുമ്പോൾ നമ്മുടെ ജീവിതഭാരങ്ങൾ ഒന്നൊഴിയാതെ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. തടസ്സങ്ങളെല്ലാം നീങ്ങി വഴി തുറന്ന് കിട്ടുന്നു ഹനുമാനെ സ്തുതിക്ക വഴി നമുക്ക് ധൈര്യവും തെളിവാർന്ന ബുദ്ധിയും സിദ്ധിക്കും. ഈശ്വരൻ്റെ ജോലിയാണ് ചെയ്യുന്നത്, അത് നിശ്ചയമായും വിജയിക്കും എന്ന ബോധ്യമാണ് ഹനുമാൻ സ്മരണ നമുക്ക് നൽകുന്നത്. അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാട്ടോ. രാമ ദുവാരെ തുമ രഘുവാരെ ഹോത്തിന ആജ്ഞ ബിനു പൈസാരെ. ഇതിൻ്റെ അർത്ഥം, അങ്ങ് ശ്രീരാമൻ്റെ ദ്വാരപാലകനാണ്. അങ്ങയുടെ അനുമതി കൂടാതെ ആർക്കും ശ്രീരാമൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാനാവില്ല. ഇതാണ് ഇതിൻ്റെ സാമാന്യമായ അർത്ഥം. ഇവിടെ നമ്മൾ കാണുന്നത് ഗുരുവും ഭക്തനും ദാസനുമായ മഹാശിഷ്യനുമായുള്ള ബന്ധമാണ്. മഹാരാജാവിനെ മുഖം കാണിക്കാൻ പ്രധാനമന്ത്രിയുടെ അനുവാദം വേണമെന്ന് പറയുന്നതുപോലെയാണ് ഹനുമാന്റെ നിർദ്ദേശം അല്ലാതെ ആർക്കും ശ്രീരാമനെ സമീപിക്കാൻ സാധ്യമല്ല. അവിടുന്ന് നമ്മളെ പരീക്ഷിക്കുന്നു, നമ്മുടെ മനോമാലിന്യങ്ങളെ അകറ്റുന്നു. നിർമ്മലമായ ഹൃദയത്തോടു കൂടി മാത്രമേ ശ്രീരാമൻ്റെ സമക്ഷം നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഹനുമാൻ നമ്മുടെ മനസ്സിലുള്ള എല്ലാ മനോമാലിന്യങ്ങളും നീക്കി നമ്മളെ ശ്രീരാമൻ്റെ പാദത്തിലോട്ട് നമ്മളെ ചേർക്കാൻ ഹനുമാൻ നമ്മളെ സഹായിക്കുന്നു. അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. സബസുഖ ലഹേ തുമരീ ശരണ തുമ രക്ഷക കാഹോക്കോ ധരണ. അങ്ങേ ശരണം പ്രാപിക്കുന്നതിലൂടെ ഞങ്ങൾ സർവ്വസുഖങ്ങളും നേടുന്നു. സംരക്ഷകനായിട്ട് അങ്ങ് കൂടെ ഉള്ളപ്പോൾ ആരെയാണ് ഞങ്ങൾ ഭയപ്പെടേണ്ടത്? അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഹനുമാൻ എല്ലാവർക്കും ശരണമേകുന്നുണ്ട്. അത് സമ്പൂർണ്ണമായിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. ഹനുമാൻ സ്വാമിയെ ആശ്രയിക്കുന്നവർ ജീവിതത്തിൽ സുഖവും സമാധാനവും അഭയവും ഒക്കെ കിട്ടും. ഹനുമാൻ ബാഹ്യമായ തടസ്സങ്ങളെ നീക്കുന്നു, ആന്തരികമായ ശത്രുക്കളെ നശിപ്പിക്കുന്നു. തൻ്റെ ശക്തി കൊണ്ട് ഭക്തന്മാരെ എല്ലായ്പ്പോഴും പരിപാലിക്കുകയും ചെയ്യുന്നു. ഹനുമാന്റെ പാദങ്ങളിൽ സ്വയം സമർപ്പിച്ചവനെ ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു ശത്രുവിനും ഒരു ക്ലേശത്തിനും ഉപദ്രവിക്കാനാവില്ലെന്ന് ഈ വരിയിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ് ശ്രീ തുളസീദാസ്. ആ സംരക്ഷണം ബാഹ്യമായിട്ടുള്ളത് മാത്രമല്ല, ആന്തരികമായിട്ടുള്ളതും കൂടിയാണ്. നമ്മുടെ ഭയത്തെ നീക്കി നമ്മുടെ മനസ്സിലേക്ക് ധൈര്യം പകരുന്നു, ശാന്തിയും സമാധാനവും നിറയ്ക്കുന്നു. ഹനുമാനെ ശരണം പ്രാപിക്കുക എന്നതിനർത്ഥം ധൈര്യത്തോടും വിനയത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ആപ്പന തേജ സംഹാരോ ആപ്പി തീനോ ലോക ഹാങ്തേ കാമ്പേ. ഇതിൻ്റെ അർത്ഥം, അങ്ങയുടെ അപാരമായ ശക്തിയും ബലവും അങ്ങയ്ക്ക് മാത്രമേ ഒതുക്കാനാവൂ. അങ്ങ് ഗർജിക്കുമ്പോൾ 3 ലോകങ്ങളും ഒരുപോലെ നടുങ്ങുന്നു. ശ്രീ ഹനുമാൻ അതുല്യനാണ്. അദ്ദേഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിവിശേഷവുമാണ്. എന്നിട്ടും എന്താ ചെയ്യുന്നത്? അതിനെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുക. അതുതന്നെയാണ് അവിടുത്തെ മഹത്വം. തനിക്ക് അത്രയധികം ബലം ഉണ്ട് എന്നൊന്നും പറഞ്ഞ് ആ ബലത്തിനെ കാണിക്കാനൊന്നും നിൽക്കുന്നില്ല. ആവശ്യഘട്ടങ്ങളിൽ അത് യൂസ് ചെയ്യുന്നു എന്ന് മാത്രമാണ്. അനിയന്ത്രിതമായ ബലവീര്യങ്ങൾ വിനാശകരങ്ങളാണ്. എന്നാൽ ഹനുമാനെ സംബന്ധിച്ചിടത്തോളം അത് തൻ്റെ ശ്രീരാമസ്വാമിയുടെ പാദസേവയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അവിടുത്തെ ഗർജനം കേൾക്കുമ്പോൾ 3 ലോകങ്ങളും ഭയന്ന് വിറയ്ക്കുന്നു. അപ്പോഴും ഹനുമാന്റെ ഹൃദയം ശ്രീരാമൻ്റെ ഭക്തിയാൽ വളരെ മധുരമായിരിക്കുന്നു. ശക്തി പ്രദർശനമല്ല ശരിയായ മഹത്വം എന്നോർക്കാം. സ്വന്തം ശക്തിയെ അറിഞ്ഞ് അതിനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുമ്പോഴാണ് ഒരാൾ മഹാനാവുന്നത്. ഹനുമാന്റെ അസാമാന്യമായ മനോനിയന്ത്രണം ഇതാണ് നമ്മളെ ബോധിപ്പിക്കുന്നത്. വീര്യവും ബലവും കഴിവും സാമർഥ്യവും നമുക്ക് ആവോളം ഉണ്ടാവാം, പലർക്കും അത് ആവോളം ഉണ്ടാവാം. എന്നാൽ അതിനെയൊക്കെ നല്ല ഉദ്ദേശശുദ്ധിയോടെയും താഴ്മയോടെയും നേർവഴിക്ക് പ്രയോഗിക്കാനുള്ള വിവേകം കൂടെ ഉണ്ടായിരിക്കണം. നിയന്ത്രിതമായ ശക്തി കൊണ്ട് സംരക്ഷിക്കണം. അനിയന്ത്രിതമായ ശക്തി നാശത്തിനും കാരണമാകുന്നു. അതുകൊണ്ട് ശ്രീരാമപാദത്തിൽ സമർപ്പിക്കപ്പെട്ട ശക്തിയുടെ പ്രതിരൂപമാണ് ശ്രീ ഹനുമാൻ സ്വാമി. അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ഭൂത പിശാച നികടനഹി ആവി മഹാവീര ജപ നാമ സുനാവേ. ഇതിൻ്റെ അർത്ഥം, മഹാവീരനായ ഹനുമാന്റെ നാമം ശ്രദ്ധാപൂർവം ജപിക്കുന്നവരുടെ അടുത്തേക്ക് ഭൂതപ്രേത പിശാചുക്കളൊന്നും വരികയില്ല, ഒന്നും എത്തുകയില്ല. അദൃശ്യമായ ദുഷ്ടശക്തികൾ ലോകത്ത് എല്ലാവിടെയും ഉണ്ട്.
അവ നമ്മളെ പല പ്രകാരത്തിലും ഉപദ്രവിക്കുകയും ദുർബലരാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചിലതെല്ലാം ബാഹ്യമായിട്ടുള്ളതാണ്, പലതും നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളവയും. സംശയം, നിരാശ, കോപം, അസൂയ, ആത്മവിശ്വാസമില്ലായ്മ തുടങ്ങിയവ നമ്മുടെ ആന്തരിക ശത്രുക്കളാണ്. ഹനുമാന്റെ നാമജപം ഒരു കവചം കണക്കെ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുന്നു. അവിടുത്തെ നാമം മുഴങ്ങുന്നിടത്ത് ഒരുവിധ ദോഷചിന്തയും ഉണ്ടാവുന്നില്ല. ഇതുകൊണ്ടാണ് എല്ലാവരും നിത്യവും ഹനുമാൻ ചാലിസ ചൊല്ലണം എന്ന് പറയുന്നത്. എല്ലാവിധ ഭയങ്ങളെയും ആപത്തുകളെയും അത് അകറ്റി നിർത്തുന്നു. അവിടുത്തെ സാന്നിധ്യം ധൈര്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നു. ഹനുമാനെ സദാ സ്മരിക്കുക വഴി ബാഹ്യമായ അദൃശ്യ ശക്തികളെ മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള ഇരുണ്ട ദുഷ്പ്രവണതകളെയും അമർച്ച ചെയ്യാൻ വേണ്ട കരുത്ത് നമുക്ക് ലഭിക്കുന്നു. ഹനുമാൻ ചാലീസ എല്ലാവരും നിത്യവും ജപിക്കുക. എന്താണെങ്കിലും നിത്യമായി ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റം വരും. നമ്മുടെ ചിന്തകളിൽ മാറ്റം വരും, നമ്മുടെ പ്രവൃത്തിയിൽ മാറ്റം വരും. നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട് ഹനുമാൻ സ്വാമി എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. ശ്രീരാമജയം.